ഇപ്പം നമ്മുടെ രാജ്യത്ത് സിറ്റികളെക്കാട്ടും കൂടുതൽ ഗ്രാമങ്ങളാണല്ലോ. അതിലും വാഹനത്തിനെ കുറിച്ച് എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണ് കൂടുതൽ. അവർക്കൊരു യാത്ര ചെയ്യാനൊരു സാധനം മാത്രം, അത് ഡീസൽ വണ്ടി അറിയാം, പെട്രോൾ വണ്ടി അറിയാം. ഇതിലേക്കൊക്കെ എങ്ങനെയാണ് EV ഒന്ന് പെനട്രേറ്റ് ചെയ്ത് കയറുക? മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ EV ഞാൻ EV വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പലരും എന്നെ കാണുമ്പോൾ നിങ്ങൾ EV എങ്ങനെയുണ്ട്, നിങ്ങളൊക്കെ വാങ്ങിച്ചെങ്കിൽ മോശമാകില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എന്തോ വലിയ പ്രശ്നമുള്ള സാധനമാണ് എന്ന് വിചാരിച്ചിരുന്നൊരു പലരും അങ്ങനെയല്ല എന്ന്. പിന്നെ ഞാൻ പെട്രോൾ ഹെഡാണ്, എനിക്ക് EV പറ്റില്ല, എനിക്ക് പെട്രോൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ശബ്ദം ആ സാധനം പറയുന്നില്ലേ. ഇവർ പലരും EV ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും കാര്യം ശബ്ദമില്ലെന്നുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഇത് നമുക്ക് ഒരു സിറ്റിയിലൊക്കെ തിരികെ ഇങ്ങനെ കയറി പോരുതോ, ഈ ഇൻഷ്യൽ ടോർക്ക് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലല്ലേ. അപ്പം ശരിക്കും വളരെ സ്പോർട്ടീവാണ്. പിന്നെ ശബ്ദമില്ല, ശബ്ദമില്ലായ്മയ്ക്ക് വേണ്ടി നമുക്ക് നല്ല ലാഭം കിട്ടുന്നില്ല. ശബ്ദം ഉണ്ടെങ്കിൽ എന്താന്നുള്ള തോന്നലൊക്കെ പിന്നെ വരും. അപ്പം പലരും കൃത്യമായി കണക്കൂട്ടി ജീവിക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ് EV ഓടിച്ചാൽ. ഇങ്ങനെ ഞാൻ അന്ന് പെട്രോൾ അടിച്ചപ്പോൾ ഇത്ര രൂപയായിരുന്നു, ഇപ്പോൾ ഇതേ ഉള്ളൂ എന്നൊക്കെ ചിലരുടെ കണക്ക് പറയുമല്ലോ. പിന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ബാറ്ററി, ഇപ്പം മഹീന്ദ്ര ആയാലും MG എല്ലാവരും ലൈഫ് ടൈം വാറണ്ടി ആയില്ലേ, ഏറ്റവും വലിയ കൺസേൺ ഒഴിഞ്ഞില്ലേ. അപ്പോൾ പിന്നെന്താ പ്രശ്നം? അതുകൊണ്ട് EVകൾ നന്നായിട്ട് തന്നെ പോകും മുന്നോട്ടും.